വർഷം 2010. മോഹൻലാൽ പത്മകുമാർ ചിത്രം ശിക്കാറിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായിരിക്കുന്നു. കോതമംഗലത്തുള്ളൊരു ഹോട്ടലായിരുന്നു ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ നടൻ ശ്രീനാഥിന്റെ താമസം. 20 മിനിറ്റിനുള്ളിൽ ശ്രീനാഥ് റൂം ഒഴിയുമെന്നാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ഹോട്ടലിലെ റിസപ്ഷനിൽ അറിയിച്ചത്. കൃത്യം ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിസപ്ഷനിലേക്ക് ശ്രീനാഥിന്റെ മുറിയിൽ നിന്നും ഒരു കോൾ വരുന്നു. കോളെടുത്ത റിസപ്ഷനിസ്റ്റിന് കേൾക്കാനായത് ഏതാനും ഞരക്കങ്ങൾ മാത്രമായിരുന്നു. റൂമിനുള്ളിലേക്ക് എല്ലാവരും ഇരച്ചെത്തിയെങ്കിലും ആ നേരത്തിനുള്ളിൽ ശ്രീനാഥ് എന്നേക്കുമായി വിട പറഞ്ഞിരുന്നു. കരിയറിലുടനീളം തന്റെ പേര് സിനിമാ മേഖലയോട് വിളിച്ചറിയിക്കാൻ ശ്രീനാഥിന് ഒരിക്കലും സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ മരണവാർത്ത അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയെ ഞെട്ടിച്ചു. സ്വന്തം മരണത്തിലൂടെ മാത്രം അടയാളപ്പെടുക എന്ന കലാകാരന്റെ ദുർഗതിയുടെ ഇരയായി ശ്രീനാഥ് മാറി. ഇന്നും കാലത്തിന്റെ ഏടുകളിൽ ശ്രീനാഥിനെ രേഖപ്പെടുത്തുന്നത് ആ മരണത്തിലൂടെ തന്നെയാണ്. ഈ ഏപ്രിൽ 23-ന് ശ്രീനാഥ് വിട പറഞ്ഞിട്ട് 15 കൊല്ലം തികയുന്നു. ശാലിനി എന്റെ കൂട്ടുകാരിയിലാണ് അദ്ദേഹം ആദ്യം അഭിനയിച്ചത്. എന്നാൽ വഴിത്തിരിവായി മാറിയത് റെയിൽ പയനങ്ങൾ എന്ന തമിഴ് ചിത്രമായിരുന്നു. വസന്ത് എന്ന നായക കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ശ്രീനാഥ് അവതരിപ്പിച്ചത്. 175 ദിവസങ്ങൾ തുടർച്ചയായി ഓടി ചിത്രം വൻ ജനശ്രദ്ധ ആകർഷിച്ചു. നായകനായ ചിത്രം ഹിറ്റാകുന്ന ഏതൊരു പുതുമുഖ നടനെ പോലെ ശ്രീനാഥും ഭാവിയിൽ ഒരു താരമായി മാറുമെന്ന് വിശ്വസിക്കപ്പെട്ടു. മുഖശ്രീ തന്നെയായിരുന്നു ശ്രീനാഥിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന്. ഒരു നായകന്റെ മുഖം എത്രമാത്രം സുന്ദരമാകണോ അത്രമാത്രം സുന്ദരമായിരുന്നു ശ്രീനാഥിന്റെ മുഖം. മൂലധനമായി സൗന്ദര്യമുള്ളത് കൊണ്ട് തന്നെ ശ്രീനാഥിന് തമിഴ് സിനിമയുടെ വലിയ പടവുകൾ നിഷ്പ്രയാസം ചാടിക്കടക്കാമായിരുന്നു. എന്നാൽ 1-2 സിനിമകൾക്ക് ശേഷം ശ്രീനാഥ് തമിഴ് സിനിമയോട് വിട പറഞ്ഞു. സ്വന്തം ഭാഷയെ മലയാളത്തിലേക്ക് തട്ടകം മാറ്റി. ഇത് ഞങ്ങളുടെ കഥ, കിലുകിലുക്കം തുടങ്ങിയ കുറച്ചു ചിത്രങ്ങളിൽ നായകനായി തന്നെ ശ്രീനാഥ് അഭിനയിച്ചു. ഈ പറഞ്ഞ ചിത്രങ്ങളിലെല്ലാം നായിക ശാന്തി കൃഷ്ണയായിരുന്നു. അതിനെ തുടർന്ന് അവർ പ്രണയത്തിലാവുകയും 1984-ൽ വിവാഹിതരാവുകയും ചെയ്തു. സിനിമയിൽ എന്ന പോലെ ജീവിതത്തിലും നായികയെ സ്വന്തമാക്കിയ നായകനായി ശ്രീനാഥ് മാറി. പക്ഷേ വലിയ വിജയങ്ങളൊന്നും നേടാൻ സാധിക്കാത്തതിനാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രീനാഥ് സഹനടനായി തരം താഴ്ത്തപ്പെട്ടു. പ്രിയദർശൻ, സിബി മലയിൽ, PG വിശ്വംഭരൻ, ബാലചന്ദ്ര മേനോൻ തുടങ്ങിയ സംവിധായകരുടെ സിനിമകളിലൂടെ ശ്രീനാഥ് തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരുന്നു. അക്കാലത്ത് മോഹൻലാലിന്റെ സുഹൃത്തായി ശ്രീനാഥ് പ്രത്യക്ഷപ്പെട്ട സിനിമകളെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. സർവകലാശാല, തൂവാനത്തുമ്പികൾ, 20-ാം നൂറ്റാണ്ട്, ദേവാസുരം, കിരീടം തുടങ്ങിയവയാണ് ഈ കോമ്പിനേഷനിലെ ചിത്രങ്ങൾ. അതിൽ തന്നെ ചെറുതെങ്കിലും തൂവാനത്തുമ്പികളുടെ കഥാപാത്രം വളരെ തന്മയത്തോടെയാണ് ശ്രീനാഥ് അവതരിപ്പിച്ചത്. അമ്മ വീട്ടിലെത്തുവോ? പത്രം ഓഫീസിൽ ആളെ വിട്ട് വിളിപ്പിച്ചിട്ട് എന്നെ ഒഴിച്ചിരിക്കുകയല്ലേ? കൃത്രിമത്വമില്ലാതെ വളരെ സ്വാഭാവിക അഭിനയ രീതിയായിരുന്നു ശ്രീനാഥിനുണ്ടായിരുന്നത്. മമ്മൂട്ടിയോടൊപ്പം ഓഗസ്റ്റ് 1, CBI ഡയറിക്കുറിപ്പ്, അടിക്കുറിപ്പ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനും ശ്രീനാഥിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അഭിനയ പ്രാധാന്യമുള്ള അധികം വേഷങ്ങൾ ശ്രീനാഥിനെ ലഭിച്ചിരുന്നില്ല. 90കളുടെ ആരംഭത്തോടെ സിനിമകൾ ശ്രീനാഥിനെ തേടിയെത്തുന്നത് പതിയെ കുറയാനായി തുടങ്ങി. ജീവിതശൈലി തന്നെയായിരുന്നു സിനിമാ ജീവിതത്തിൽ ശ്രീനാഥിന്റെ മുഖ്യ ശത്രു. സിനിമകൾ കുറഞ്ഞതോടെ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാനായി തുടങ്ങി. ഇവയെല്ലാം ചെന്നു നിന്നത് ശാന്തി കൃഷ്ണയുമായുള്ള വേർപിരിയലിലായിരുന്നു. 1995-ൽ അവർ ഔദ്യോഗികമായി വിവാഹമോചിതരായി. സിനിമകൾ കുറഞ്ഞപ്പോൾ അദ്ദേഹം ടെലിവിഷൻ സീരിയലുകളിലേക്ക് മാറി. സീരിയലുകളിൽ മികച്ച വേഷങ്ങളിലൂടെ ശ്രീനാഥ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി. 2000-ൽ മികച്ച സീരിയൽ നടനുള്ള സംസ്ഥാന അവാർഡും ശ്രീനാഥിനെ തേടിയെത്തി. 2001-ലെ മേഘമൽഹാർ ആണ് എടുത്തു പറയാവുന്നതായി ശ്രീനാഥിന് പിന്നീടുള്ള ഒരേ ഒരു ചിത്രം. ഏതാനും സീനുകൾ മാത്രമുള്ളെങ്കിലും അഭിനയ പ്രാധാന്യമുള്ള റോളായിരുന്നു മേഘമൽഹാറിൻ്റെത്. അന്നേ വരെ സിനിമകളിൽ കണ്ടിട്ടുള്ള ശ്രീനാഥിന്റെ കഥാപാത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ കഥാപാത്രവും അവതരണവുമായിരുന്നു ആ കമൽ ചിത്രത്തിലുണ്ടായിരുന്നത്. ആശ കൊണ്ട് കസരത്ത് കാണിക്കുമ്പോൾ ആത്മാവ് നഷ്ടമാകുന്നുണ്ട് കഥകളിൽ. ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് ശ്രീനാഥ് ചെയ്തത്. അപ്പോഴും സീരിയലുകളിൽ ശ്രീനാഥ് സജീവമായി തുടർന്നുകൊണ്ടേയിരുന്നു. അത്തരമൊരു അവസരത്തിലാണ് ശിക്കാർ എന്ന മോഹൻലാൽ സിനിമയിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. ശ്രീനാഥ് ഏറെ കാത്തിരുന്ന അവസരമായിരുന്നു അത്. എന്നാൽ വ്യക്തതയില്ലാത്ത ഏതൊക്കെയോ കാരണങ്ങളാൽ ലാലു അലക്സ് ആ കഥാപാത്രം ഏറ്റെടുക്കുകയും ശ്രീനാഥ് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. സിനിമയിലെ തന്റെ അവസാന കച്ചിത്തുരുമ്പും കൈവിട്ടു പോയി എന്ന ബോധ്യമാകണം ശ്രീനാഥിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ശരീരത്തിൽ ചതവുകളും മുറിവുകളും കാണപ്പെട്ടു എന്നത് ശ്രീനാഥിന്റെ മരണത്തിന് ദുരൂഹതയുടെ മുഖം കുറെ കൂടി നൽകുന്നുണ്ട്. അഭ്യൂഹങ്ങളും നിരാശകളുമെല്ലാം മാധ്യമങ്ങളിൽ അരങ്ങു തകർത്തപ്പോൾ ജീവിതത്തിന്റെ വേദിയിൽ നിന്നും അയാൾ യാത്ര പറഞ്ഞു കഴിഞ്ഞിരുന്നു.